ഇന്നലെ കൊല്ലം ജില്ലയിൽ മഞ്ജുമോൾ എന്നൊരു പുന്നാര മോള് ചെയ്തു കൂട്ടിയത് നമ്മളെ കേരളക്കരയെ മൊത്തം ഞെട്ടിച്ചു കളഞ്ഞു അല്ലെ. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രായമായ അമ്മയെ ചെയറിൽ നിന്നും പിടിച്ചു തള്ളിയിട്ടിട്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് ആ ഒരു അമ്മയോട് പറയുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനത്തെ മനുഷ്യര് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ ലജ്ജാകരമാണ്. കേരളത്തിന് തന്നെ വളരെ മോശമാണ്, നാണക്കേടാണ്. വീഡിയോ കാണാത്തവർക്ക് ഞാനിവിടെ സൈഡിൽ ആ മീഡിയ വണ്ണിന്റെ ഒരു ന്യൂസിന്റെ ഒരു കട്ട് ഞാനിവിടെ ജസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യാം. തേവലക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങളാണിത്. 80-കാരി ഏലിയമ്മ വർഗീസിനെ മർദ്ദിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക കൂടിയായ മരുമകൾ മഞ്ജുമോൾ തോമസ് ആണ്. സ്ത്രീകൾക്ക് ആകമാനം നാണക്കേടാവുന്ന ഇങ്ങനെയുള്ള വർഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ലജ്ജാവഹം. ഏറ്റവും വലിയ വേദന എന്താണെന്ന് വെച്ചാൽ അവർക്ക് 2 മക്കളുണ്ട്, ഒരു അധ്യാപികയാണ് പോലും. ഇതാണോ അധ്യാപിക? അധ്യാപിക എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിനെ മൊത്തം നന്നാക്കാനുള്ള ഒരു വിളക്കാണ് അധ്യാപിക എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു അധ്യാപികയാണ് ഇത്ര മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയുമ്പോൾ ഭയങ്കര ലജ്ജ തോന്നുന്നു. അധ്യാപന ജോലിയോട് തന്നെ ഒരു തരം വെറുപ്പൊക്കെ തോന്നും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ. എന്ത് മോശമായിട്ടാണ് അവർ പെരുമാറിയത് അല്ലേ. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരാളുടെ ഭാഗത്ത് നിന്നാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ആകമാനം എല്ലാവർക്കും വളരെ 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 വളരെയധികം മോശം. എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. കാരണം അത്രക്കും നമ്മളുടെ മനസ്സ് പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ ആ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൽ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 2 മക്കളുണ്ട്. ഈ മക്കള് മാതാപിതാക്കളെ കണ്ടിട്ടാണല്ലോ വളരുന്നത്. ഈ മഞ്ജുമോള് മക്കൾക്ക് കൊടുക്കുന്ന പാഠം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ഈ മക്കള് തനിക്കെതിരെ തിരിച്ചും ചെയ്യുന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ലല്ലോ. അധ്യാപിക എന്ന് പറയുമ്പോൾ ഭാവിയിലോട്ട് ചിന്തിച്ച് ഭാവി കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഭാവിയുടെ നാഡീ തുടിപ്പുകൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ഒരാളാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന പോട്ടെ, നമ്മുടെ ഏറ്റവും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് തന്നെ റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു സ്ത്രീ എങ്ങനെ ബാക്കിയുള്ള കുട്ടികളെ പഠിപ്പിക്കുമെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഈ 2 കുട്ടികൾ ഇവര് ഈ അമ്മയെ കണ്ടിട്ടാണ് വളരുന്നത്. അമ്മ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം മറ്റൊരമ്മയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് അമ്മ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശരിയാണ്, ചിലപ്പം അമ്മായിയമ്മ മരുമകൾ ബന്ധം എപ്പോഴും വളരെ നല്ല രീതിയിൽ പോയിക്കൊള്ളുന്നില്ല. സ്വരച്ചേർച്ചകളും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് കയ്യാങ്കളിയിൽ എത്തുക എന്ന് പറയുമ്പോൾ വളരെ മോശമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അതും 90 വയസ്സുള്ള ഒരു വൃദ്ധയാണ് അവര്. തിരിച്ചു ഒന്ന് പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത അത്ര പ്രായമുള്ളൊരു സ്ത്രീയെ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് അവർക്ക് നേടിക്കൊടുത്തത്, എന്താണ് അവരെ ഇതുവരെ ജീവിതത്തിൽ പഠിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ ഈ 2 കുട്ടികളുണ്ടല്ലോ, ഇവരെന്തായാലും വളർന്നു കഴിഞ്ഞാൽ തൻ്റെ അമ്മയെ ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. കാരണം ഈ കുട്ടികളെ ചെറിയ മൈൻഡിൽ വളർത്തിയെടുക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്, ഇത് വളരെ നോർമലാണ്. കാരണം ഇവർ ഡെയിലി ഇതന്നെയല്ലേ കാണുന്നത്. ഈ 2 കുട്ടികൾ ഇതന്നെയാണ് ഡെയിലി കാണുന്നത്. അമ്മായിയമ്മയോടുള്ള വഴക്ക്, ഭർത്താവിനോടുള്ള വഴക്ക്. ഈ കുട്ടികൾ ആൻറ്റി സോഷ്യൽ ആയിക്കൊണ്ടിരിക്കാവും. കാരണം കറക്റ്റ് പാരന്റിങ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണ് വരേണ്ടത്. മാതാപിതാക്കൾ സ്നേഹം കൊടുക്കുന്നത് കണ്ട് വളരാത്ത മക്കള് അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ചവർ പ്രതികരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഭാവിയിൽ ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അതിൻ്റെ അമ്മനെയും അച്ഛനെയും അവർ ഇതുപോലെ ട്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവർ കല്യാണം കഴിക്കുന്ന ഭാര്യയുടെ അമ്മയെ അവരിങ്ങനെ ട്രീറ്റ് ചെയ്യും, ഭാര്യയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും. വളരെ മോശമായിട്ടുള്ള ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. നമുക്കൊന്നും പറയാനില്ല. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടു നിൽക്കുന്ന ഭർത്താവ്, പാവം ഭർത്താവ്, പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്താറുള്ളത് ഭാര്യനെ ഭർത്താവ് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്നത്. സ്ത്രീ അബലയാണ്, ശബലയാണ്, സ്ത്രീക്ക് ഒന്നിനും കഴിയില്ല എന്നൊക്കെ പറയാറ്. പക്ഷെ ഇതുപോലുള്ള സ്ത്രീകള് അതിനൊരു വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം സ്ത്രീ അബലയാണ്, ശബലയാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ മഞ്ജുമോൾ ആരാണ്? അവര് സ്വന്തം ഭർത്താവിനെ പോലും വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് അവരെ പോലും പീഡിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവരുടെ അയൽവാസികളൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരുടെ ഭർത്താവിന്റെ ഷർട്ടൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ശരീരത്തിൽ നിറയെ പാടുകളാണ്. അതായത് ഇവരെ തല്ലിയിട്ടും മാന്തിയിട്ടും കുത്തിയിട്ടൊക്കെയുള്ള പാടുകളാണ്. പിന്നെ മക്കളെ ഉപദ്രവിക്കുന്നുണ്ടോ നമുക്കറിയില്ല. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഉപദ്രവിക്കാൻ പിന്നെ എന്താ അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടതില്ലേ? മക്കൾക്കെതിരെ ഇതുപോലെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അവർ മെന്റലി ഇൻസ്റ്റേബിൾ ആണെന്ന് എനിക്ക് തോന്നും. പക്ഷെ മെന്റലി ഇൻസ്റ്റേബിൾ ആണെങ്കിൽ ഒരിക്കലും അവര് ഇങ്ങനെ ഒരു രീതിയിൽ അവര് വളരൂലല്ലോ. മെന്റലി ഇൻസ്റ്റെബിലിറ്റി ഉള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ മക്കളൊന്നും പറയുന്നില്ല അവർ മെന്റലി ഇൻസ്റ്റേബിൾ ആണ്. നാട്ടുകാരും പറയുന്നില്ല. നല്ല രീതിയിൽ ഒരു അധ്യാപന ജോലി നടത്തുന്ന ഒരാൾ മെന്റലി ഇൻസ്റ്റേബിൾ ആകാൻ യാതൊരു
മാർഗ്ഗവും ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോലീസുകാർ കണ്ടെത്തി അതിനെതിരെ ഉള്ള കാര്യങ്ങൾ അവർ ചെയ്തേനെ. പക്ഷെ ഇതുവരെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ലേഡി. ഇതൊന്നും നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഇത് ചിലപ്പോൾ കേരളത്തിൽ നടന്ന ഒരു കേസായിരിക്കും. പക്ഷെ ഓൾ താങ്ക്സ് ടു സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള വളരെ മോശപ്പെട്ട കാര്യങ്ങളും ന്യൂസ് എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരാൾക്ക് ഇത് കണ്ടിട്ട് ഓക്കെ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാനും എക്സ്പോസ് ചെയ്യപ്പെടും എന്നുള്ളൊരു പേടി കുറച്ച് പേരുടെയെങ്കിലും ഉള്ളിലുണ്ടാവും. കേരളത്തിന്റെ മൊത്തം രോഷം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ രോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാനും നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, അതല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള അക്രമങ്ങളാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു അമ്മ 90 വയസ്സുള്ള ഈ അമ്മനെ ഉപദ്രവിക്കുന്നത് സ്വത്തിന്റെ പേരിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. ഭർത്താവിന് ജോലിയുണ്ട്, മഞ്ജുമോൾക്ക് ജോലിയുണ്ട്, രണ്ടുപേർക്കും ജോലി ഉണ്ടായിട്ടും പൈസനോടുള്ള അത്യാർത്തി കാരണം തന്നെ ആയിരിക്കണമല്ലോ സ്വത്ത് അവരുടെ പേരിൽ എഴുതി വെക്കണം. പക്ഷെ ആ അമ്മമ്മ, അതായത് അവിടുത്തെ അമ്മായി അമ്മ ചെയ്തത് എന്താ, തൻ്റെ കൊച്ചുമക്കളുടെ പേരിലാണ് സ്വത്ത് എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ കൊച്ചുമക്കളെ പോലും ഇവരെ കൊണ്ട് അടുപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചെറിയ കുട്ടികളുടെ ഉള്ളിലാണ് ഈ വിഷം കുത്തിക്കയറ്റുന്നത്. ഈ ചെറിയ കുട്ടികൾ എന്ത് പഴച്ചു. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കേണ്ടുന്ന ഒരു സ്ഥാനത്ത് അവരെ നിന്ദിക്കുക, അവഹേളിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം മക്കളുടെ കുട്ടികൾ, നമ്മുടെ പേരക്കുട്ടികൾ നമ്മളെയൊക്കെ തല്ലുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേദന നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്രക്കും ഈ കുട്ടികൾ ഇതൊന്നും അറിയില്ല. അമ്മ പറയുന്നത് ഇവരെ അനുസരിക്കുന്നു, ഇവരെ തല്ലുന്നു. ഇത്ര നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, അമ്മായിയമ്മയും അതുപോലെ തന്നെ ഭർത്താവും നേരിടുന്ന കൊടിയ പീഡനങ്ങൾ ഇതൊന്നുമല്ല. ഇത് ജസ്റ്റ് അതിൻ്റെ ചെറിയ കാര്യം മാത്രമേ വെളിവായിട്ടുള്ളൂ. ആ വീഡിയോ എടുത്തത് വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയാം. ആ വീഡിയോ എടുത്തത് മറ്റാരുമല്ല, ഭർത്താവാണ്. അതുപോലെ തന്നെ ആ അമ്മായിയമ്മയുടെ മകനാണ്. അവരാണ് ആ വീഡിയോ എടുത്തത്. അവർക്കിത് ജസ്റ്റ് വീഡിയോ എടുക്കുക എന്നല്ലാതെ തിരിച്ച് പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല. ആ തള്ളയുടെ ചെപ്പ നോക്കി 2 എണ്ണം കൊടുക്കുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അതിനെ ഭർത്താവിന് പറ്റിയിട്ടില്ല. ചിലപ്പം അവരുടെ ആ ഒരു പ്രയാസം കൊണ്ടിരിക്കുക. മാത്രമല്ല ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് പോയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും, ഞാൻ കംപ്ലൈന്റ് ചെയ്യും, ഇതാണെന്ന് പറഞ്ഞ ഭീഷണിയാണ്, ഫുള്ള് ഭീഷണിയാണ്. പിന്നെ നമുക്കറിയാലോ ഈ സ്ത്രീകളൊക്കെ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വനിതാ കമ്മീഷൻ ആവട്ടെ അതല്ലാന്നുണ്ട് പോലീസ് ആകട്ടെ എപ്പോഴും സ്ത്രീയുടെ ഭാഗത്തുണ്ടാവും. ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ട് സ്ത്രീനെയാണ് തോളിലേറ്റ് കൊണ്ട് നടക്കുക. പക്ഷെ അതൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഭർത്താവ് അതൊന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഭാര്യ തല്ലുന്നത് കണ്ടിട്ട് തിരിച്ചതുപോലെ തല്ലുന്ന ഭർത്താവ് അല്ല എന്നുണ്ടെങ്കിൽ വളരെ നല്ല ക്വാളിറ്റിയാണ്. ഭാര്യയ്ക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഭർത്താവ് കൊണ്ടുപോയിട്ട് ഭാര്യയ്ക്ക് തിരിച്ച് 4 എണ്ണം കൊടുക്കണമെന്നൊന്നും ഇല്ലല്ലോ. അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാര്യനെ വീട്ടിൽ വെച്ച് പൊറിപ്പിക്കേണ്ട ആവശ്യം എന്തിനാ? പുറത്ത് പോട്ടെ എന്ന് വിചാരിക്കുക. ഭാര്യ ഒന്നല്ലെങ്കിൽ ഇഷ്ടം പോലെ പിന്നെയും വരൂലേ. അതല്ലാണ്ട് എന്താ പറയുക, ഇങ്ങനെ മോശമായ സ്വഭാവമുള്ള ഒരു ഭാര്യനെ വീട്ടിൽ വെച്ച് നടക്കണേ അതൊരാവശ്യമില്ല അല്ലേ. അപ്പം ഈ ഒരു മഞ്ജു മോൾ എന്ന് പറഞ്ഞ ഈ ഒരു പുന്നാര മോളുണ്ടല്ലോ, കേരളത്തിന് തരുന്ന മാതൃക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇത് കാണുന്ന ഈ മഞ്ജുമോളെ പോലെ പ്രതികരിക്കുന്ന കുറച്ച് പേരെങ്കിലും കേരളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതെന്ന് പറഞ്ഞാൽ വളരെ മ്ലേച്ഛകരമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്, നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ മോശമാണ്. കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുക നല്ല സ്നേഹമുള്ള, കരുതലുള്ള, നല്ല കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കാനാണ് കുട്ടികൾ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നല്ല സ്നേഹമുള്ള ഭാര്യനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഇതുപോലെ താടകമാരെ അല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹവും റെസ്പെക്റ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചങ്ങോട്ടും കൊടുക്കണം. കുറച്ചൊക്കെ കൊടുത്താലേ ഇത്രയെങ്കിലും നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു മഞ്ജുവിനെ പോലെയുള്ള സ്ത്രീകൾ കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കണ്ണ് തുറക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. ഒന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. എന്താ പറയുക, ഇവരെ ആ ഒരു സ്ത്രീനെ നാട്ടുകാർ ഇപ്പോഴും ജീവനോടെ നിർത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം. അവരൊക്കെ തല്ലി അവരുടെ ഒരു എന്താ പറയുക ചെപ്പക്കുറ്റി പൊളിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യുന്നില്ല, അല്ലെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വിഷമമായതെന്ന് വെച്ചാൽ കുട്ടികൾ പോലും തല്ലുന്നുണ്ട്. ആ ഒരു 90 വയസ്സായ അമ്മമ്മ. ഞാൻ വീണ്ടും പറയാണ്, എന്താണെന്നറിയോ, അമ്മായിയമ്മ മരുമക്കൾ പ്രശ്നമൊക്കെ ചിലപ്പോൾ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും കാണും. അതൊക്കെയാന്ന് പറഞ്ഞാൽ വെർബൽ ഫൈറ്റ്, വാപ്പോര് കൊണ്ടും അതുപോലെ തന്നെ മിണ്ടാതെയും തെറ്റി നടന്നിട്ടൊക്കെ ചിലപ്പോൾ അതങ്ങോട്ട് തീർത്താൽ തീരുമായിരിക്കും. പക്ഷെ
ഇതുപോലെയുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ ഇൻസൾട്ടാണ്. തല്ലുക, ഇടിക്കുക, കുത്തുക, മറിച്ചിടുക, ചേർന്ന് ഉന്തി വലിച്ചിടുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു സംസ്കാരത്തിൽ ചേർന്നൊരു കാര്യമല്ല. നമ്മളെ കേരളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ സംസ്കാരം ഏറ്റവും നല്ല സംസ്കാരമാണ് എന്നൊക്കെയാണ് പറയപ്പെടാറുള്ളത്. പക്ഷേ ഇതുപോലെയുള്ള ഓരോ ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ സംസ്കാരത്തിന് എന്താ പറയുക, കറുത്ത കുത്താണ്. കാരണം ഇതൊന്നും ഒരിക്കലും തേച്ചാലും മാച്ചാലും പോലെ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവരിനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കുക അല്ലേ? ആ ഒരു മഞ്ജുമോൾ എങ്ങനെ മുഖത്ത് നോക്കും? മുഖത്ത് നോക്കാൻ പോട്ടെ, ഇനിയിപ്പോൾ അവർ ജയിലിന് പുറത്തിറങ്ങുമെന്ന് അറിയില്ല. എത്രയോ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ഈ വൃത്തികെട്ട സ്വഭാവം അവസാനം എക്സ്പോസ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സ്പോസ് ചെയ്യപ്പെട്ടത് ഇനി സമൂഹത്തിന്റെ മുന്നിലെത്തി നാട്ടുകാർ ഇനി അവരെ നല്ല രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കുമോ? അതല്ലാന്നുണ്ടെങ്കിൽ സമൂഹം, നാട്ടുകാരല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെ നല്ലപോലെ ജീവിക്കാൻ സമ്മതിക്കുമോ? ഉണ്ടാവില്ല അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് ശിഷ്ടകാലം ജയിലിൽ പോയിട്ട് സുഖമായിട്ട് അവിടുത്തെ ഗോതമ്പുണ്ടയും അതുപോലെ തന്നെ പരിപ്പൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുക. അവിടെയാണെങ്കിലും അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ജയിലിനകത്തും അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ്. അവിടെ പോയി കഴിഞ്ഞാൽ അമ്മായിയമ്മ ഉണ്ടാവില്ല, ഇടക്ക് തല്ലാനും കുത്താനും എന്നൊക്കെയുള്ള പ്രശ്നം അവർക്ക് ഉണ്ടാവും. ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ, ഈ ന്യൂസ് കണ്ടപ്പോൾ പ്രതികരിക്കണം തോന്നി. പിന്നെ ആ കുട്ടികളെ കണ്ടപ്പോഴാണ് എനിക്ക് പ്രതികരിക്കാൻ തോന്നിയത്. കാരണം നമ്മുടെ വീട്ടിലുണ്ടല്ലോ കുട്ടികൾ, ഇവരെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധയോടും കരുതലോടും കൂടി നമ്മൾ വളർത്തുക. നമ്മൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോൾ മക്കൾ അവിടെ നിന്ന് കൊണ്ടുപോകണമെന്നാണ്. മക്കളിത് കേട്ട് കഴിഞ്ഞാൽ അവരിത് നോർമലൈസ് ചെയ്യും. ഞാൻ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറയാം, ഞാൻ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യനോട് ഇങ്ങനെ പറയാമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവരെ പറഞ്ഞു പഠിപ്പിക്കില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ കണ്ടുപഠിക്കുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നമ്മളെ മക്കളെ ഒഴിവാക്കുക. മാക്സിമം ഇതുപോലെയുള്ള മോശപ്പെട്ട കാര്യങ്ങളൊന്നും ഇടപെടാതിരിക്കുക. ദേഷ്യം എല്ലാവർക്കും വരും, അത് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കുക. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തെറ്റിക്കും നമ്മളങ്ങനെ പോവുമല്ലോ, കൊല്ലാനും അതുപോലെ തന്നെ ചീത്ത വിളിക്കാനും കഞ്ചാവ് വെക്കാനും അതുപോലെ തന്നെ ബലാത്സംഗം ചെയ്യാനും ഒക്കെ നമ്മൾ നിൽക്കും. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ കൺട്രോളാണ്. നമ്മുടെ മനസ്സിന് കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കും. അപ്പോൾ ദേഷ്യം വരും, അതുപോലെ തന്നെ പലതും നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളൊക്കെ സംഭവിക്കും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, സഹിച്ച് നിൽക്കുക അല്ലേ? കുറേയൊക്കെ നമുക്ക് പ്രതികരിക്കാം, വായ കൊണ്ടൊക്കെ പ്രതികരിക്കാം. അതും മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കാത്ത നല്ല രീതിയിൽ ഒക്കെ പ്രതികരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് സൈലൻസ് ആണ്. നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പ്രതികരിക്കണം തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.